നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾ നെഞ്ചിലേറ്റിയ നടി ശോഭന ഏറെക്കാലത്തിന് ശേഷം അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരികയാണ്. തരുൺമൂർത്തി ഒരുക്കുന്ന സിനിമയിലൂടെയാണ് നടിയുടെ തിരിച്ചുവരവ്. മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചെത്തുന്ന സിനിമയെന്ന സവിശേഷതയുമുണ്ട്. ഇപ്പോൾ ശോഭനയുടെ ആദ്യ സിനിമയിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ വിജി തമ്പി. തിരക്കേറിയ നായിക നടിയായിരുന്നു ശോഭന. കരിയറിന്റെ ഒരു ഘട്ടത്തിൽ സിനിമയിൽ നിന്ന് മാറി നൃത്തത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ കൊടുത്തു. 1984 പുറത്തിറങ്ങിയ ഏപ്രിൽ 18 എന്ന സിനിമയിലൂടെയാണ് ശോഭന നായികയായി തുടക്കം കുറിക്കുന്നത്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. അതിലെ നായകനും അദ്ദേഹം തന്നെയായിരുന്നു. ഇപ്പോൾ ആ സിനിമയിലെ ശോഭനയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ വിജി തമ്പി. ശോഭന ആദ്യമായി നായികയായി അഭിനയിക്കുന്ന സിനിമയാണ്. ശോഭന ആ സിനിമയിൽ വരാനുള്ള കാരണം സുകുമാരി ചേച്ചിയാണ്. സുകുമാരി ചേച്ചിയുടെ ബന്ധുവാണ് ശോഭന. ലളിത, പത്മിനി, രാഗിണിമാരുടെ സഹോദരനുണ്ട് ചന്ദ്രകുമാർ. അദ്ദേഹത്തിന്റെ മകളാണ് ശോഭന. സുകുമാരി ചേച്ചി റെക്കമെൻഡ് ചെയ്തിട്ടാണ് ശോഭന വരുന്നത്. ശോഭനയ്ക്ക് അന്ന് 13-14 വയസ്സേ ഉള്ളൂ പ്രായം. കുട്ടിത്തം മാറാത്ത അവസ്ഥയാണ്. ആ സമയത്താണ് ബാലചന്ദ്ര മേനോൻ സാറുടെ ഭാര്യയായി അഭിനയിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ കുട്ടി സാരി ഉടുക്കുന്നത് തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. സെറ്റിൽ വന്നാൽ എപ്പോഴും കുട്ടിത്തമാണ്. മലയാളം അറിയില്ല. കൂടുതൽ അറിയാവുന്നത് തമിഴാണ്. ഇംഗ്ലീഷും അറിയാം. മലയാളം വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഇംഗ്ലീഷിലാണ് എഴുതി കൊടുക്കുക. അതിലൊന്നും താല്പര്യം കാണിക്കില്ല. നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ ഡയലോഗുകൾ മുഴുവൻ ഇംഗ്ലീഷിൽ എഴുതി ഒരു വെള്ള പേപ്പറിൽ കൊണ്ട് കൊടുത്തു. പഠിച്ചോളൂ, അടുത്ത സീൻ എടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ വെള്ള പേപ്പറിന്റെ കാലിയായ പുറത്ത് പടം വരച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇതുപോലെ മേനോൻ സാറും ശോഭനയുമുള്ള സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാരി ഉടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ മേനോൻ സാർ തന്നെ സാരി ശരിയാക്കി കൊടുക്കുന്ന ഷോട്ട്. ഈ കുട്ടി റിയാക്ഷനും കാര്യങ്ങളും കാര്യമായി ശ്രദ്ധിക്കാതെ വന്നപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അദ്ദേഹം ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ള അപൂർവം സന്ദർഭങ്ങളിൽ ഒന്നാണത്. 11 മണി സമയമൊക്കെയാണ്. ആ സമയത്ത് സെറ്റിൽ ബിസ്ക്കറ്റും ചായയും തരും. പുള്ളി ദേഷ്യം വന്ന് ബിസ്ക്കറ്റ് വലിച്ചെറിഞ്ഞ് ബ്രേക്ക് പറഞ്ഞു പോയി. സുകുമാരി ചേച്ചി ശോഭനയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, പ്രായം കുറവാണെങ്കിലും നായികയായിട്ടാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ. ശോഭനയുടെ യഥാർത്ഥ പേര് ശോഭന എന്ന് തന്നെയാണ്. ആ സമയത്ത് ശോഭന എന്ന പേരിൽ മറ്റൊരു നടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാലചന്ദ്ര മേനോൻ ആ കുട്ടിയുടെ പേര് മീര എന്നാക്കി. മീര എന്ന പേരിലാണ് ശോഭന സിനിമയിൽ വന്നത്. പിന്നീട് ശോഭന മീര എന്ന് പേര് മാറ്റുകയായിരുന്നെന്നും വിജി തമ്പി വ്യക്തമാക്കി.